സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാക്സിൻസിനെ കുറിച്ചാണ്. സോ അതിനു മുമ്പ് ഇമ്മ്യൂണൈസേഷൻ. എന്താണ് ഇമ്മ്യൂണൈസേഷൻ? സോ ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് അക്വയറിങ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് സർട്ടൻ മൈക്രോബ്സ്. സോ നമുക്ക് ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, ഒരു സ്പെസിഫിക് മൈക്രോബിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so there are two types of immunization. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്, പാസീവ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുമ്പ് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ നമുക്ക് കിട്ടും. ഇപ്പം മദർ ടു ഫീറ്റസ്, ഇപ്പം അങ്ങനെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അത് നാച്ചുറലാണ്, അല്ലാതെ ആർട്ടിഫിഷ്യലും ആവാം. നമ്മളിപ്പോൾ വാക്സിൻ വന്ന് കിട്ടുന്നതും അങ്ങനെയാവാം. ഇനി ആദ്യം നമുക്ക് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്താണെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പെർഫോംഡ് ആൻറ്റിബോഡി മെയ്ഡ് ആൻഡ് ട്രാൻസ്ഫർ ടു അസ്. നമ്മൾ ആൻറ്റിബോഡി പുറത്തുനിന്ന് ഉണ്ടാക്കി ആ ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മെറ്റേണൽ ടു ഫീറ്റസ്, അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്. അപ്പം അമ്മ എന്താ പറയുക, ഒരു ആൻറ്റിബോഡിയാണ് കൊടുക്കുന്നത് അല്ലേ. ആൻറ്റിബോഡി ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ്, ഫീറ്റസിന് കൊടുക്കുകയാണ്. ഇനി there are certain agents used to transfer passive immunization. ഇപ്പം എന്താ പറയുക, നമ്മൾ ഹ്യൂമൻസിൽ നിന്ന് തന്നെ ആൻറ്റിബോഡി ഐസൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻറ്റിബോഡി കൊടുക്കാം, വേറെ ആൾക്കാർ കൊടുക്കാം. അല്ലെങ്കിൽ ആനിമൽസിൽ നിന്ന് ആൻറ്റിബോഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം മെറ്റേണൽ ആൻറ്റിബോഡി പറയാം, ഡിഫ്തീരിയ, ടിറ്റേനസ്, പാസ് ടു ഫീറ്റസ്, അതൊക്കെ ആക്ച്വലി ഒരു പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയും. ഹെപ്പറ്റൈറ്റിസ്, ഡിഫ്തീരിയ, ടെറ്റനസ് ഇഞ്ചെക്ഷനൊക്കെ നമുക്ക് തരാറുണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അവിടെ ആൻറ്റിബോഡി തന്നെ നമുക്ക് തരുന്നത്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്നേക്ക് ബൈറ്റ്, ഒരു പാമ്പ് കടിച്ചു. അപ്പോൾ അവരെന്താ നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്, ആൻറ്റി സിറം നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ആൻറ്റി സിറം എന്ത് ചെയ്യും, ദേ വിൽ ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് ദാറ്റ് വെനം അല്ലേ. അപ്പോൾ അതൊരു പാസീവ് ഇമ്മ്യൂണൈസേഷനാണ്. അപ്പോൾ പാസീവ് ഇമ്മ്യൂണൈസേഷന് ഈസ് നോട്ട് ആക്ടിവേറ്റിംഗ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അവർ ആക്ടിവേറ്റ് ചെയ്യുന്നേയില്ല. കാര്യം നമ്മൾ ഡയറക്റ്റ്ലി ആൻറ്റിബോഡി തരുവാണ്, അല്ലാതെ നമ്മളൊരു ബി സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇഫക്റ്റിൽ മെമ്മറി സെൽസ് അവിടെ ഉണ്ടാവുന്നില്ല അല്ലേ. നമ്മുടെ ബോഡിക്കൊന്നും ചെയ്യണില്ല, ആൻറ്റിബോഡി ഡയറക്റ്റായിട്ട് വരുന്നു, അത് വരുന്നു. അതാണ് പാസീവ് ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറയാം. ഇനി ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇമ്മ്യൂണൈസേഷൻ ഉണ്ടാകുന്ന വെച്ചാൽ ഒരു ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നു, നമുക്കറിയാം നമ്മുടെ ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഇമ്മ്യൂണൈസേഷനാണ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂൺ സിസ്റ്റം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയൊക്കെ വാക്സിൻ്റെ ഒക്കെ കേസ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനാണ്. ഇപ്പോൾ ഇവിടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ബോഡിയിൽ തന്നെ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻഫെക്ഷൻ ചെയ്യുന്നു, ബോഡി എന്ത് ചെയ്യുന്നു, അതിന് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വാക്സിൻസ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ, ഡിഫ്തീരിയ വാക്സിൻ, ടിറ്റനസ് വാക്സിൻ, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, പല ടൈപ്പുണ്ട്. ഇപ്പം എന്ത് വാക്സിൻ ഉണ്ടെങ്കിലും ഒരു 100% ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഓരോ ഇൻഡിവിജ്വൽസും എങ്ങനെയാണ് ഈ വാക്സിനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് 100%. ഇപ്പോൾ കോവിഡിൻ്റെ കേസാണെങ്കിൽ നമുക്കറിയാം 100% ഒന്നും ഇഫക്റ്റീവ് അല്ല അത്. ഇനി ദർ ഇസ് എ ടേം കോൾഡ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പം നമ്മളുടെ കോവിഡിൻ്റെ കേസ് വരികയാണെങ്കിൽ ഒരു പോപ്പുലേഷനിൽ 50 ആൾക്കാരുണ്ട്. ഓക്കെ, 45 പേർക്ക് വാക്സിനേറ്റഡ് ആയി, 5 പേർക്ക് വാക്സിൻ ഇല്ല. അപ്പം ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് 5 പീപ്പിൾ ഇൻഫെക്റ്റഡ് വിൽ ബി ലോവർ. കാര്യം ഈ 50 പേര് തമ്മിൽ ഇവർ കമ്മ്യൂണിക്കേഷനുള്ളൂ ആ പോപ്പുലേഷനിൽ. അപ്പോൾ 45 പേര് പ്രൊട്ടക്റ്റഡ് ആണ്, ഈ 5 പേർക്ക് നോർമൽ രീതിയിൽ നിന്ന് അസുഖം കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതിനെയാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി there are different types of vaccine. ഈ വാക്സിൻ നമുക്ക് പല രീതിയിലും ഡിഫറെൻറ്റ് ഫോംസിൽ കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെയാണ് ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ. ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്ന് വെച്ചാൽ ഇവിടെ മൈക്രോ ഓർഗാനിസത്തിന് ഡയറക്റ്റ്ലി നമ്മളെ ബോഡിയിലേക്ക് കൊടുക്കുകയാണ്.
ബട്ട് അറ്റിന്യൂവേറ്റഡ് ഫോം. അതായത് അവർക്ക് ഡിസീസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവർ ലീവിങ് ആണ്. അവർക്ക് നമ്മുടെ ബോഡി കയറി വന്നിട്ട് അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഒരു ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവ് അവർക്കില്ല. ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് കോസിങ് ഡിസീസ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത്, നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നു, ആൻറ്റിബോഡി ഉണ്ടാകുന്നു, മെമ്മറി സെൽസൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം ഈ ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ സേഫാണ്, ബിക്കോസ് ദ മെമ്മറി സെൽസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ BCG വാക്സിൻ ഡെവലപ്ഡ് ഫ്രം മൈക്രോബാസിലസ് ബോറിയസ്. സ്പെല്ലിംഗ് നോക്കണം. BCG വാക്സിൻ എക്സാമ്പിളാണ്. ഇനി ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ബോഡി ഒരു സ്ട്രോങ് റെസ്പോൺസ് കാണിക്കുന്നു സെക്കൻഡ് ടൈം ആണെങ്കിൽ. അല്ലേ, നമ്മൾ ആ ഒരു എക്സാക്ട് ബാക്ടീരിയനെ തന്നെ കൊടുക്കുന്നത് അല്ലേ, അപ്പം നല്ല സ്ട്രോങ് റെസ്പോൺസാണ്. പിന്നെ അതുപോലെ തന്നെ മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൊലോങ്ഡ് പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ സിംഗിൾ ഇമ്മ്യൂണൈസേഷൻ്റെ ആവശ്യമുള്ളൂ. 2 പ്രാവശ്യം ഇതിൻ്റെ ആവശ്യമുള്ളൂ. സിംഗിൾ ഇമ്മ്യൂണൈസേഷൻ ഇസ് ഇനഫ്. ഇനി കുറച്ച് മേജർ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മളിത് ലൈവായിട്ട് അറ്റ്യൂനേറ്റഡ് വാക്സിൻ ആണെങ്കിൽ പോലും ഇത് വിറുലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത് ഡിസീസ് കോസിങ് ആവാം, എന്തെങ്കിലും കേസസിൽ അതാവാം. അപ്പോൾ അതൊരു വലിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് ഈ ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിനകത്ത്. ഇനി രണ്ടാമത്തെ ക്ലാസ്സാണ് ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് വാക്സിൻ. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പാത്തോജനെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യുകയാണ് ഹീറ്റ് വെച്ചിട്ടോ വഴി. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് വെച്ചാണ് ഇനാക്ടിവേറ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസീസ് ക്രോസ് ചെയ്യാനും പറ്റത്തില്ല, അതുപോലെ തന്നെ ഇവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബോഡി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇനാക്ടിവേറ്റഡ് വാക്സിൻ ചെയ്യുമ്പോൾ ഇനാക്ടിവേഷൻ ഷുഡ് ബി ഡൺ വിത്ത് ദ മെയിൻറ്റെയിനിങ് ദ എപ്പിറ്റോപ്പ് ഓഫ് ദ ആൻറ്റിജൻ. ആ ആൻറ്റിജൻ്റെ എപ്പിറ്റോപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രിഫറബിളി കെമിക്കൽ ഇനാക്ടിവേഷനാണ്, ഫോർമാൽഡിഹൈഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്യുക ടു പ്രൊട്ടക്ട് ദ എപ്പിറ്റോപ്പ്. ഹീറ്റ് ഇനാക്ടിവേഷൻ അധികം ചെയ്യാറില്ല. പോളിയോ വാക്സിൻ ഒരു എക്സാമ്പിളാണ്. പിന്നെ അതിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് റിപ്പീറ്റഡ് ബൂസ്റ്റർ വേണം. ഇപ്പോൾ പോളിയോ വാക്സിനൊക്കെ 5 വർഷം നമ്മൾ അടുപ്പിച്ച് കൊടുക്കണ്ടേ, കാരണം അത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി വേറൊരു ക്ലാസ്സാണ്, മൂന്നാമത്തെ ക്ലാസ്സാണ് പ്യൂരിഫൈഡ് മാക്രോ മോളിക്യൂൾ സെക്സ് വാക്സിൻ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അറ്റ്യൂനേറ്റഡ് വാക്സിൻ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് വാക്സിനൊക്കെ ഫസ്റ്റ് 2 പറഞ്ഞതൊക്കെ ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട്. കാര്യം ഇവർ നമ്മുടെ ബോഡി വന്നിട്ട് വിറുലൻ ഫോമായിട്ട് ഡിസീസ് കോസ് ചെയ്യാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പം ഇവിടെ എന്താണ് ഈ മൂന്നാമത്തെ ക്ലാസ് പ്യൂരിഫൈഡ് മാക്രോ മോളിക്യൂൾ സെക്സ് വാക്സിൻ എന്താണെന്ന് വെച്ചാൽ ഈ പാത്തോജൻ്റെ ബോഡിയിലുള്ള ചില കോമ്പോണൻസിനെ നമ്മൾ എടുത്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുക. എക്സാമ്പിൾ ഇനാക്ടിവേറ്റഡ് എക്സോടോക്സിൻ, ക്യാപ്സുലർ പോളിസാക്രൈഡ് ഒക്കെ എക്സാമ്പിളാണ്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ബാക്ടീരിയ. സോ നമുക്കറിയാം ബാക്ടീരിയ, ഇപ്പോൾ ഡിഫ്തീരിയ ബാക്ടീരിയ ആണ്. ഓക്കെ, ഡിഫ്തീരിയ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിനാണ് ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ടോക്സിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് ടു ഫോം ടോക്സോയിഡ് എന്നാണ് ആ ഇനാക്ടിവേറ്റഡ് ടോക്സിൻ എന്ന് പറയുന്നത്, എന്നിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും. ഓക്കെ, അതൊരു എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ വെച്ചാൽ ക്യാപ്സുലാർ പോളിസാക്രൈഡ്. അതായത് വൈറക്സിനുള്ളിൽ തന്നെ ചില ക്യാപ്സ്യൂൾസൊക്കെ ഉണ്ട്, ക്യാപ്സ്യൂൾ വാൾസ് ഉണ്ട് വാളിൽ. അപ്പോൾ ഇതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും ഈ പോളിസാക്രൈഡിന്, എന്നിട്ട് അത് വാക്സിനായിട്ട് കൊടുക്കും. അതൊരു ടൈപ്പാണ്. വേറൊരു റീകോമ്പിനൻറ്റ് മൈക്രോബൽ ആൻറ്റിജൻ. അതായത് ഇതിനകത്ത് ദ ജീൻ റെസ്പോൺസിബിൾ ഫോർ ഫോമിങ് ഇമ്മ്യൂണോജനിക് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനില്ല, ആ ജീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ ക്ലോൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ DNA ടെക്നോളജി വെച്ചിട്ട് നമ്മളൊരു വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് റീകോമ്പിനൻറ്റ് മൈക്രോബൽ ആൻറ്റിജൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനൊക്കെ അങ്ങനത്തെയാണ്. ഓക്കെ, ഇനി നാലാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ക്ലാസ്സാണ് DNA വാക്സിൻ. ഇവിടെ
the plasmid DNA encoding the antigenic protein is injected directly to the recipient. അപ്പോൾ ആൻറ്റിജനിക് പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ആ DNA പ്ലാസ്മിഡ് DNAനെയാണ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ മസിൽ സെൽസിലേക്കാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. കാരണം മസിൽ സെൽസ് പെട്ടെന്ന് DNA എടുക്കും, എന്നിട്ട് ആ സെൽ എന്ത് ചെയ്യും, അത് എക്സ്പ്രസ് ചെയ്യും. ഈസി എക്സ്പ്രഷൻ നടക്കും മസിൽ സെൽസിൽ. അപ്പം ഈ DNA അല്ലെങ്കിൽ എന്താ പ്രോട്ടീൻസിന് ബോഡി ഫോറിൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ദ ഇവോക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഈ ഇഞ്ചെക്റ്റഡ് DNA ചിലപ്പം ഒന്നെങ്കിൽ ക്രോമസോമൽ DNA ആയിട്ട് അത് ഇൻകോപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു എപ്പിസോമൽ DNA ആയിട്ട് സ്റ്റേ ചെയ്ത് കുറേ നാളത് അവിടെ കിടന്നോളും. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ദ എൻകോഡഡ് പ്രോട്ടീൻ എക്സ്പ്രസ് ഇൻ ദ നാച്ചുറൽ ഫോം ഇൻ ദ സെൽ. അല്ലേ, ആ ആൻറ്റിജനിക് പ്രോട്ടീൻ അതിൻ്റെ നാച്ചുറൽ രീതിയിൽ തന്നെയാണ് സെല്ലിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ ഡീനാച്ചുറേഷനോ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ഇനാക്ടിവേഷൻ അങ്ങനെയൊന്നുമില്ല, നാച്ചുറൽ ഫോമിൽ തന്നെയാണ് വരുന്നത്. അവർക്ക് ഡിസീസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, പക്ഷെ നാച്ചുറൽ ഫോമിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഡയറക്റ്റഡ് ടു ദ ആൻറ്റിജൻ എക്സാക്ട്ലി ആസ് ഗീവൺ ബൈ ദ പാത്തോജൻ നാച്ചുറൽ ഫോമിൽ നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ആ ഒരു ജീൻ എക്സ്പ്രഷൻ വഴി ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ നോർമലി എന്ത് ചെയ്യും, നമ്മൾ ഇമ്മ്യൂൺ റെസ്പോൺസ് ബോഡി റിയാക്ട് ചെയ്ത് പ്ലാസ്മ സെൽസ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നല്ലതാണ് DNA വാക്സിൻ എന്ന്. അപ്പം ഇവിടെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും ഉണ്ടാവും, അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് വഴിയും ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റ് ഷോ പ്രൊലോങ്ഡ് എക്സ്പ്രഷൻ ഇൻ യുവർ ബോഡി. സോ സിഗ്നിഫിക്കൻറ്റ് ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി വിൽ ബി ദർ. അതാണ് DNA വാക്സിൻ വളരെ നല്ല അഡ്വാൻറ്റേജ് മറ്റ് വാക്സിനേക്കാളും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ വാക്സിനെ കുറിച്ച്.